കാസർഗോഡ് പൂടംകല്ല് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ചികിത്സ കിട്ടിയില്ലെന്ന പരാതി. രോഗിയായ അമ്മയുമായി ആശുപത്രിയിൽ എത്തിയപ്പോൾ ചികിത്സ ലഭിച്ചില്ലെന്ന് വിപിന എന്ന പൂടംകല്ല് സ്വദേശിനി പറഞ്ഞു. പൂടംകല്ല് ആശുപത്രിയിലാണ് ഉള്ളത്. അമ്മക്ക് തലകറക്കായിട്ട് വന്നതാണ് അമ്മേനെ കൊണ്ട്. പക്ഷെ ഇവിടെ പൂടംകല്ല് ആശുപത്രിയിൽ ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ല. ഒരാൾക്ക് എന്തെങ്കിലും ആയാലും ഇവിടെ വന്ന് എന്താ ചെയ്യല്? ഇവര് പറയുന്നത് മെമ്പർമാരോട് ചോദിക്കുക, ആടെ ചോദിക്കുക, ഇവിടെ ചോദിക്കുന്നത്. രാവിലെ നമുക്ക് തലകറക്കായിട്ട് നമ്മളെ തൊട്ടടുത്തില്ലേ പൂടംകല്ല് താലൂക്ക് ആശുപത്രിയിലേക്കാണ് പോയത്. നമുക്ക് എന്തെങ്കിലും എമർജൻസി വന്നാൽ തൊട്ടടുത്തില്ല ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ കൂടി എത്തിച്ചാൻ വലിയൊരു കാഴ്ചയാണ്. ഈ ഒരു ഹോസ്പിറ്റലിന്റെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒരു ഡോക്ടറോ നഴ്സോ പോലും ഇല്ലാത്ത അമ്മേനെ കൊണ്ട് ഇവിടെ വന്നും പോയി ഇവിടെ ഡോക്ടർ ഇല്ല, എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവരെന്നോട് പറയുന്നതാണ്, ഇവിടെ എന്തായാലും ഡോക്ടർ ഇല്ല, നിങ്ങൾ നേരെ പോയിക്കോ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ പ്രൈവറ്റിലേക്ക് പോകാൻ പറയാനാണെങ്കിൽ ഇങ്ങനത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ഇവിടെ ആവശ്യം. ഇതിനെതിരെ അങ്ങോട്ട് ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയുന്നത് മെമ്പറോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആരെങ്കിലും പോയി കണ്ട് പറയാം. 15-20 ഡോക്ടർമാർ ജോലി ചെയ്യേണ്ട ഈ ഒരു ഹോസ്പിറ്റലിൽ ആകെ ഉള്ളത് 6 ഡോക്ടർമാരാണ്. സാരംഗാണ് വിവരങ്ങളുമായുള്ളത്. സാരംഗ്, ആശുപത്രിയിൽ ഡോക്ടർമാരില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ്, വിപിന ഉയർത്തുന്നത് ഏറെ ഗുരുതരമായ ഒരു പരാതി തന്നെയാണ്. കാരണം മലയോര നിവാസിയാണ് വിപിന. ആ രീതിയിൽ മലയോര മേഖലയിൽ നിന്ന് ഒരാൾക്ക് ഒരു അസുഖം ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായും തൊട്ടടുത്തുള്ള താലൂക്ക് ആശുപത്രികളിലേക്കൊക്കെ തന്നെയായിരിക്കും ആദ്യമായി പോവുക. അവിടെ എത്തുന്ന സമയത്ത് ആവശ്യത്തിന് ഡോക്ടർമാരും നഴ്സുമാരും ഇല്ല എന്ന് പറഞ്ഞ് സമീപത്തെ പ്രൈവറ്റ് ആശുപത്രികളിലേക്കോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ജില്ലാ ആശുപത്രിയിലേക്ക് പോകാനോ പറയുന്ന ഒരു ഇടപെടൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രീതിയാണ് ജീവനക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അവിടെ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ സഞ്ചരിച്ചാൽ മാത്രമേ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. അതിനിടയിൽ രോഗികൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നടക്കമുള്ള പ്രയാസങ്ങൾ ഈ ബന്ധുക്കളെ സംബന്ധിച്ചൊക്കെ തന്നെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ കൂട്ടിരിപ്പുകാരെ സംബന്ധിച്ചൊക്കെ തന്നെ ഉണ്ടാകും. പലതവണയായി പൂടംകല്ലടക്കമുള്ള മലയോര മേഖലകളിലെ താലൂക്ക് ആശുപത്രികൾക്കെതിരെ വ്യാപകമായി നാട്ടുകാർ മാധ്യമങ്ങൾക്ക് മുൻപിലും അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലും വ്യാപകമായി പരാതികൾ പറയുന്നു. അവർക്ക് പ്രശ്നങ്ങൾ തുറന്നു കാണിക്കുന്നു. എന്നാലും അധികൃതരുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അഭിലാഷ്.